Hey guys, welcome back to my channel. You are watching Gaming guys. വേറൊന്നുമില്ല മച്ചാന്മാരെ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ കാനോക്സ്. അപ്പോൾ നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നമാർ തന്നെ. നിങ്ങൾക്കറിയാം, ഇവൻ എൻ്റെ കൂടെ കുറേ ഗെയിമിൽ എൻ്റെ കുറേ വീഡിയോസിലൊക്കെ ഇവനും ഉണ്ട് കാനോക്സ്. അപ്പോൾ ഞാൻ ഇവനും കൂടെ ഫുൾ മാപ്പ് BR റാങ്ക്ഡിൽ ഒരു 2v4 കളിക്കാനായിട്ട് അങ്ങനെ വന്നതാണ് ഗൈസ്. കുറച്ച് ദിവസമായി വീണ്ടും അടുത്ത വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലാഗാണ്, വിശ്വസിക്കുന്നില്ല. അതെല്ലാം പവറാക്കാം. അങ്ങനെ നമ്മളിങ്ങനെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ക്ലോക്ക് ടവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പറഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സഞ്ചരിക്കുകയാണ്. പിന്നെ വേറെ എന്താണ് വെച്ചാൽ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ മറ്റേ മോണിറ്റൈസേഷൻ ആയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ എനിക്കാണെങ്കിൽ ഒരു കന്യസ്യ ഗുണസ്യ കിട്ടി ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ അതിലാണെങ്കിൽ ഞാൻ മറ്റേ ആവേശം സിനിമ, ഞാൻ ആവേശം സിനിമ കണ്ടിട്ട് ആവേശത്തിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ എടാ മോനെ എന്നൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞ് സെറ്റായിട്ടൊക്കെ എടുത്ത് അതിൽ മറ്റേ ആവേശത്തിലൊരു പാട്ടൊക്കെ ഇട്ടിരുന്നേ ഗൈസ്. ഒരു 30 സെക്കൻഡ് പാട്ടിട്ടിരുന്നു. അപ്പോൾ ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത്, അപ്പോൾ അങ്ങനെ ഇട്ട് അപ്ലോഡ് ചെയ്ത് സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. ആ വീഡിയോ പൊളിയായിരുന്നു. എനിക്ക് ആ സംസാരമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കോപ്പി റൈറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്ന് ഗൈസ്. അങ്ങനെ കടുത്ത് അവസാനം എന്ത് ചെയ്യാൻ പറ്റും, ആ പോർഷൻ അത്രയും ഞാൻ കോപ്പി റൈറ്റ് റിമൂവ് ചെയ്ത്. എന്തവസ്ഥയാണ് അത് എനിക്കറിഞ്ഞോളൂ ഗൈസ്. അങ്ങനെ അതുകൊണ്ട് മാത്രം ഈ വീഡിയോയിൽ ഞാൻ പാട്ടൊന്നും ചേർക്കണില്ല. ഇല്ലാതെ ഞാൻ പാട്ടൊക്കെ ചേർത്തേനെ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അതൊരു വിഷയം. എന്താണ്ട് എൻ്റെ കൂട്ടുകാരൻ കെനോക്സിനെ ഏതൊരു തെണ്ടി കൊന്ന് അവനെ ഞാൻ പൊക്കും എന്തായാലും. വെച്ചാൽ ആ എനിമയെ കാണാനില്ല, ഞാൻ കണ്ടില്ല. അതാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കണത്. എന്തായാലും ആരെ കിട്ടും എന്തായാലും ഗൈസ്. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്തോ പറയണമെന്ന് പോലും ആവുന്നതാ. ഞാൻ പുല്ല് എന്ത് കഷ്ടമാണല്ലേ. ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? കഴിച്ചോ കുടിച്ചോ? വേറെ എന്താണ് വിശേഷം? നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ ക്ലിങ് അടിക്കണം, എല്ലാം ചെയ്യണം ഗൈസ്. പിന്നെ പവറായിട്ടിരിക്കുക, ഓണായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. ഞാൻ ഇതേ കണക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം ഇടാൻ മാക്സിമം നോക്കുന്നുണ്ട് ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം ഞാൻ ചെയ്യും. പിന്നെ അല്ലാതെ ഞാൻ നമുക്ക് ഗെയിമിലെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഗൈസ്. ഇതാറാൻ അടിക്കണ അയ്യോ, ഞാൻ കണ്ടവരുണ്ട്. ഇതാ ഫ്രണ്ടിൽ നിൽക്കണതാണ് കേട്ടോ. അവൻ ഓടി മണ്ടയിലോട്ട് കയറാനുള്ള മാപ്പാണ്. അത് മണ്ടയിൽ കയറി അവൻ എന്നെ കണ്ടില്ല കേട്ടോ. ഞാൻ മണ്ടയിൽ പറഞ്ഞത് അവൻ കണ്ടില്ല, ആശാൻ കണ്ടില്ല. അവന് നല്ല ഡാമേജ് ഉണ്ട്, കുറച്ചുകൂടെ ഉള്ളൂ. പൊളി ഗൈസ്. ഞാൻ അങ്ങനെ അവനെ നോക്കാക്കിയിട്ടുണ്ട്. അവൻ അടിക്കാൻ നോക്കണം, നടന്നില്ല. അവൻ തന്നെ സ്വയം ഞെക്കി പിടിച്ചത്തിട്ടുണ്ട് പാവം. ഞാൻ മെഡടിക്കട്ടെ. മെഡ് മുഖ്യം ഗൈസ്, മെഡ് അടിച്ചുകൊണ്ടിരിക്കണോ. കുറച്ച് ലൈഫും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ അടിച്ച് റൊട്ടിയാക്കിയേനെ. പണ്ടായിരുന്നെങ്കിൽ 2 മെഡിക്കിറ്റ് അടിച്ചാൽ ലൈഫ് ഫുള്ളാകുമായിരുന്നു ഗൈസ്. ഇപ്പോൾ 3 എണ്ണമൊക്കെ അടിക്കണം, എന്നാലേ ഫുള്ളാവുള്ളൂ. ഒരു കാൽഭാഗമൊക്കെ ബാക്കി നിൽക്കും. എന്താ അവസ്ഥയാണത്? മെഡിക്കിറ്റിൻ്റെ ഒക്കെ പവർ കുറച്ചോളൂ. അതെല്ലാം പോട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾക്ക് പയ്യന്മാർക്കായാലും പെൺകുട്ടികൾക്കായാലും ആർക്കായാലും ഞാൻ പൊതുവെ കൂടുതലും പയ്യന്മാരുടെ കൂടെ ഉള്ള ഒരു ജീവിതമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് പയ്യന്മാരുടെ അടുത്ത് അതാണ് എല്ലാം പയ്യന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞ് സംസാരിക്കണം. അതാണെന്ന് വിചാരിക്കില്ലേ. എടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രേമത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രേമം നല്ലതാണോ, അതാ മോശമാണെന്നാ, അതാ വേണമെന്നാണ്? നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് വേണം എന്നാണ്, അതാ ഉണ്ട്, അത് വേണ്ടെന്നാണ്? എന്താണ് അഭിപ്രായം? എനിക്ക് എനിക്കൊന്ന് കമൻറ്റ് ഇടണേ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിലാണെങ്കിൽ നല്ലതാണ്. നല്ലൊരാളെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരാതെ ഹാപ്പിയായിട്ട് നമ്മുടെ കാര്യം നോക്കുക, അവളുടെ കാര്യം നോക്കുക, എല്ലാം ഓക്കെ ആണല്ലോ. അങ്ങനെയൊക്കെ എല്ലാവരും കറക്റ്റ് എനിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞോളാം. അങ്ങനെയും അതും ഒരു നല്ലൊരു എന്നാ പറയുക, നല്ലൊരു ഫീലിംഗ് ആണ് അത്. നമ്മൾ ഈ ആദ്യം പ്രേമിക്കാൻ നിൽക്കുന്ന സമയമുണ്ടല്ലോ, നമ്മൾ ആദ്യം പ്രേമിക്കുക ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയം, എന്നാ ഒടിയാണെന്നറിയോ. ഭയങ്കരമായിട്ട് സ്നേഹവും അവളുടെ പിറകെ നടപ്പും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രേമിച്ച് കഴിഞ്ഞ് അവൾ നമ്മളിൽ കുറേ കൂടെ ക്ലോസ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ തനിക്കുണം കാണിച്ചങ്ങ് തുടങ്ങും.
ഓ പിന്നെ അവൾ മെസ്സേജ് ഇട്ടാൽ ഓ എന്തടി അതാണ് ഇതാണ് എന്താണ് തേങ്ങയാണ് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ മാറും ഗൈസ്. ഇതിപ്പോൾ ഞാൻ എന്നെ സങ്കല്പിച്ച് പറയണല്ല കേട്ടോ, ഞാൻ പൊതുവെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ കിട്ടാനില്ല കേട്ടോ. ഞാൻ എന്ത് സംസാരിക്കണം എന്നൊന്നും കിട്ടാനില്ല. സാധാരണയൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എനിക്ക് അയ്യോ ഇത് സംസാരിക്കണം അത് സംസാരിക്കണം ഭയങ്കരമായിട്ട് സംസാരിക്കുക എന്തെങ്കിലും കിട്ടി. ഇപ്പോൾ വന്നൊന്ന് സംസാരിക്കുക ഒന്നും ഇല്ലറ, ഭയങ്കര ഒടി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു, അയ്യോ എന്നാ ഒടിയാ ഒന്നും അറിഞ്ഞുകൊണ്ടിരാ. ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് ജോലിക്കും കൂടെ പോകും ഗൈസ്. അത് കഴിഞ്ഞ് ഒന്നും നടക്കില്ല, എല്ലാം ചീറ്റി പോടാ പട്ടി തേണ്ടി നാരച്ചേട്ടാ പുല്ലേ. ഗൈസ് അതൊക്കെ വിട്. ഞാൻ അതാണ് ഇങ്ങനെ സിപ്ലൈൻ പിടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. കനോക്സിൻ്റെ പിറകെ പീക്കിലോട്ടാണ് ഉന്നം വെക്കുന്നത്. ഞാനിങ്ങനെ പീക്കിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഓടിപ്പോവുകയാണ്. ഓടറാ സ്പീഡിൽ ഓട്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതാണ് ടെലിപ്പോർട്ട് കണ്ടാണോ മണ്ടയിൽ വെച്ചേക്കണത്. ഏതോ ഒരു തെണ്ടി താഴെന്ന് ടെലിപ്പോർട്ട് മേലെ വെച്ചേക്കാണ്. കാരണം ആഗ്രഹമുണ്ട്, പക്ഷേ കയറിയാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് കയറണ്ട. അത് മാത്രമല്ല ഗൈസ്, മെയിനായിട്ടൊരു കാര്യം പറഞ്ഞില്ല, എനിക്ക് നല്ല ഉറക്കം പറഞ്ഞു. അയ്യോ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. നല്ല ഉറക്കം പറഞ്ഞിട്ടാ. ഞാനങ്ങനെ ഇപ്പോൾ കിടന്നാൽ ചത്തണൊക്കെ ഉറങ്ങും എന്നാണ് ഞാൻ പറയണതെങ്കിൽ ഞാൻ ഉറങ്ങൂല്ലടാ. ഞാൻ പൊതുവെ ഈ വൈകുന്നേരം സമയം എത്ര ഉറക്കം വന്നാലും ഈ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങൂല. എനിക്ക് രാത്രി മാത്രമേ ഉറക്കം വരുള്ളൂ. പണ്ടേ അങ്ങനെ തന്നെ, എന്താണെന്ന് അറിഞ്ഞൂടാ. അതും അങ്ങനത്തെ ഒരു വിഷയം ഗൈസ്. ഞാൻ ഇവിടെ എല്ലാം നോക്കണം. ഇവിടെ ഒന്നും ഈ ലൊക്കേഷനിലൊന്നും എനിമി ഇല്ല ഗൈസ്. നമുക്ക് അങ്ങോട്ട് പീക്കിൻ്റെ അകത്തോട്ട് അന്തരാളങ്ങളിൽ കൂടി പോയി നോക്കാം. ഞാൻ ഇപ്പോൾ മൊത്തം 3 കില്ലായിട്ടുണ്ട്. 34 അലൈവ് ഉണ്ട്. 34 2 പേര് നമ്മൾ, അപ്പോൾ മൊത്തം 32 അലൈവ് ഉണ്ട്. ഒരുത്തനും കൂടെ കൂടിയിടാം, 35 അലൈവായി. സൂപ്പർ. ഇങ്ങനെ നമുക്ക് കെനോക്സ് ഒരു കില്ലെടുത്ത് നോക്കെടുത്ത്. കെനോക്സ് മൊത്തം 5 കില്ലായെന്ന് തോന്നുന്നു. കെനോക്സ് മൊത്തം 5 കില്ലായിട്ടുണ്ട് ഗൈസ്. മൊത്തം 5 കില്ല ഗൈസ്. ഇത് എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കുകയും ചെയ്യരുത് ഞാൻ ചെറിയ ഉറക്കക്ഷീണത്തിൽ സംസാരിക്കുന്നുണ്ടാണ് ഇങ്ങനെ. പക്ഷെ ബാക്കി എല്ലാം ഓണാണ്, പവറാണ് കേട്ടോ. മുത്തുമണി നമുക്ക് 2 അടിച്ച് ചില്ലായിട്ടൊക്കെ ഓണാക്കാം, എല്ലാം പവറാക്കാം. ഗൈസ് അങ്ങനെ കെനോക്സിനെ ഒരുത്തൻ നോക്കാക്കി അവനെ ഞാൻ തീർത്ത് നോക്കാക്കി ഇട്ടിട്ടുണ്ട്. അതാണ് വേറെ അടുത്ത 2 നോക്ക് എൻ്റെ മോനെ. അയ്യോ ലൈഫൊക്കെ ഇഞ്ചായി. ഞാൻ ഇവനെ ഫിനിഷ് ചെയ്ത് ഗൈസ്. ഞാൻ മിണ്ടൊന്നും അടിക്കാൻ നിൽക്കില്ല, ഇൻഹേലർ അടിച്ച് എടാ 10 ലൈഫടാ അവനെ നോക്കടാ. അയ്യേ ഓറയാണ് പിരണ്ടായിരുന്നടാ, മണ്ടത്തനം കാണിച്ചളഞ്ഞ്. ഞാൻ ഒരു ഇൻഹേലർ കൊണ്ട് അടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവനിപ്പോൾ ചാവും. അവൻ തന്നെ എന്നെ കിടന്ന് മരണ വിളിയടാ. ഞാൻ ഇപ്പോൾ ചാവടാ, ഓടി വാടാ. ഞാൻ പിന്നെ അവനെ പോയി റിവൈവും ചെയ്ത് മെഡും അടിച്ച് ഞാൻ മറ്റവൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ്. എടാ സൈഡിൽ നിന്ന് അയ്യോ മണ്ട. ഹെഡ് ഷോട്ടറാ. ഹെഡാണ് കൊണ്ടാണ് വെച്ചാൽ അത് അവസാനം ബോഡിയായി പോയി. അങ്ങ് നാട്ടാ ഇത് ഓടി പറഞ്ഞത്. ഒരുത്തൻ തണ്ട ആ മരത്തിൻ്റെ ബാക്കി ഒളിച്ചിരിക്കുന്നു. കണ്ട അത് ഇറങ്ങും. അടി പിന്നെ അല്ല ഇത് മണ്ടണ്ട. അവന് ഗ്ലോവർ ഇട്ടായിരുന്നു, അവൻ അതിട്ടില്ല ഗൈസ്. അങ്ങനെ അവനെ നോക്കി. ഞാൻ മൊത്തം 7 കില്ലായി. 3 കില്ലിൽ നിന്ന് ഞാനാണ് നിസ്സാര സമയം കൊണ്ട് 4 കില്ലും കൊണ്ട് എടുത്ത് 7 കില്ലാക്കിയിട്ടുണ്ട്. 7 കില്ല് ഗൈസ്. ഞാനൊരു സംഭവം തന്നെ. ഞാനപ്പോൾ അപ്പുറത്ത് കട വരെ ഒന്ന് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രോണിൽ എനിമി കാണിക്കണത് ആരാണോ എന്തോടെ ആരാ അത് ഡ്രോണിൽ അകമ്മ എനിമി കാണിക്കുമ്പോൾ അവനിപ്പോൾ കാണിക്കില്ല. ഞാൻ ഗ്രോസ എക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഗ്രോസ എക്സ് പൊളിയാണ്, സെറ്റ് നോക്കണം. ഇതാ എടാ അന്തസ്സുണ്ടാടാ നിനക്ക്. നിനക്ക് നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് ഈ മുന്നിൽ നടി, നീ പിന്നാലെ നടിക്കാതാ. എന്ത് ഒടികളാണ് ഈ മരക്ക്. സൂപ്പർ. ഇവനെ ഞാൻ തീപ്പോടാ മാമനെ. അയ്യോ ജസ്റ്റടാ. അയ്യോ എടാ എവിടാ അവൻ കാണാനില്ല. എൻ്റെ മോനെ ഞാൻ ഗ്ലോബാളൊക്കെ അടിച്ച് കറങ്ങി പാറി. ഒരു നോക്ക് പൊളി അവനെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അവനെ നോക്കാക്കി റിവൈവ് ചെയ്യണം. എടാ നില്ല് തരാം ഗൈസ്. അയ്യോ ജസ്റ്റ് മോനെ സീൻ. എടാ 2 നോക്ക് എനിക്ക് കിട്ടിയടാ, പൊളിയടാ. ഇല്ലെങ്കിൽ ഇപ്പോൾ കെനോക്സ് ഒന്ന് കുമ്മിക്കൊണ്ട് പോയാൽ അവൻ കുമ്മനെ വീറിനാണ്ടാ. പണ്ടത്തെ മറ്റേ നമ്മുടെ ഡിസൂസ് അറിയാമല്ലോ, അവൻ്റെ പതിർപ്പാണ്, അവൻ്റെ അച്ചട്ട് പതിർപ്പാണ്. കുമ്മി അന്തവും കുന്തവും ഇല്ലാതെ ആയിക്കളയും. ഭയങ്കര കുമ്മനാണ്, കില്ല് കുമ്മനാ വീരൻ. ഇവനാണ് ഇന്നലെയെന്ന്. ഇവൻ പൊതുവെ എൻ്റെ കൂടെ കളിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്താണ് എൻ്റെ ഒപ്പം തന്നെ കാണും. ഒട്ടുമിക്ക സമയം എൻ്റെ കൂടെ ഫ്രീ ഫയർ കളിക്കുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അജു ഭായി വാ നമുക്ക് ഫ്രീ ഫയർ കളിക്കാം. ഇതാണ് അവൻ്റെ മെയിൻ ഡയലോഗ്. എൻ്റെ പേര് അജു എന്നാണ് കേട്ടാ. എൻ്റെ ഫ്രീ ഫയർ നെയിം എൻ്റെ യഥാർത്ഥ പേര് അർജുൻ എന്നാണ്. പയ്യന്മാരെല്ലാവരും അജു എന്ന് വിളിക്കും, വീട്ടിലുള്ളവർ അച്ചു എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ്. അതാണ് മെയിൻ. അപ്പോൾ ഇവ എപ്പോഴും എൻ്റെ അടുത്ത് വന്നാണ് ഇരിക്കണത്, അടുത്തിരുന്നാണ് ഗെയിം കളിക്കണത്.
അപ്പോൾ ഈ അടുത്തിരുന്നിട്ട് ചില ഒട്ടുമിക്ക സമയം എൻ്റെ കില്ല് കുമ്മുവേ, എൻ്റെ കില്ല് ഞാനും കുമ്മും, അത് വേറെ. എൻ്റെ കില്ല് ഇവനും കുമ്മും. കുമ്മിയിട്ട് ഞാൻ ഇവനെ നോക്കും, ഇവിടെ തെണ്ടിന്ന് വിളിക്കുക. അപ്പോൾ എന്നെ നോക്കിയൊരു ചിരിയാണ്. ആ ചിരി അയ്യോ എന്ത് ചിരിയാണ്. ചിരി അവൻ ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വന്നു. അങ്ങനത്തെ ഒരു ചിരിയാണ് ഇവൻ, അന്തസ്സില്ലാത്ത ചിരി. അയ്യോ ഗൈസ്, ഡേ ഇതാറാ പിന്നീന്ന് അടിക്കണം. ഡേ അപ്പോ എന്തോ ഭാഗ്യം കേട്ടോ, ഞാൻ ഇപ്പം ചത്തേനെ, ജസ്റ്റ് മിസ്. ഡേ അവൻ മറ്റേ ഇതൊക്കെ എടുത്തിട്ടുണ്ടാ. എന്തടാ ഇവ ഇങ്ങനെയല്ല. അയ്യോ ഓ എടാ സോണ് നല്ല എളുക്കണേ എൻ്റെ പൊന്നെ, ഇഞ്ച് ലൈഫായി. സൂപ്പർ മെഡല്ലേ നടക്കുള്ളൂ. ഞാൻ ഗ്രനേഡ് അറിയാം, ഗ്രനേഡ് 1 2 ഇവിടെ അവൻ സൈഡിൽ കൂടെ പറഞ്ഞേ. അയ്യോ മോനെ ജസ്റ്റ് അയ്യോ അത് കണ്ടില്ലാന്നെങ്കിൽ ഇപ്പം തീന്നടാ. എടാ അവന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. എൻ്റെത് ഇഞ്ചറ. ഓ ജസ്റ്റ് അതിപ്പോൾ എൻ്റെ അമ്മേ, അവനെങ്ങാനും ഒരടി എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറന്നേനെ എയറിൽ, വെടിയായേനെ വെടി. എന്തോ ഭാഗ്യടാ, അപ്പുറത്തൊരു വണ്ടിയുണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. ഡേ അയ്യോ ആരൊക്കെ ഇവിടെ. ഞാൻ 10 കില്ലായി വെച്ചാണ്, ഞാൻ 10 കില്ല് ഓണായിട്ട് ഇരിക്കണ്. പൊളി. എടാ മെഡടിക്കാൻ പറ്റില്ലടാ, ഞാൻ ഇരിക്കണ്ടാ, മെഡടിക്കാൻ പറ്റില്ല. എടാ മെഡ് പറഞ്ഞില്ലടാ, ദൈവമേ ഈശ്വര മെഡ് പറഞ്ഞില്ല. ഇൻഹേലർ ഉള്ളതുകൊണ്ടാണ് മറ്റേ ഓറിയണ്ട് ഇതും കൂടെ ഉള്ളതാണ് പിടിച്ചിരിക്കണത്. ഓ ഗായ്സ് ഇപ്പോഴാണ് മെഡ് വന്നത്. താണ്ടടാ ഇപ്പോഴാണ് മെഡ് വന്നത്, കണ്ട ലൈഫ് പൂർണ്ണണ്ടാ. ഇത്ര നേരം മെഡ് വന്നില്ലടാ, എന്തിനോട്ടി കളിയാ, ഇത്ര നേരം മെഡേ വന്നില്ല. ഓ കുഴപ്പമില്ല, ഞാൻ തന്നെ ബൈക്ക് കൊടുത്തോണ്ട് പോവാണ്. സോണ്ടകത്തോട്ട് കയറണം. കനോക്സ് എന്നെ പൊക്കട തെണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേൾക്കാൻ വയ്യുന്നേ ഉള്ളൂ. അയ്യോ പോട്ടറ മുത്തോണ്ട്, ഞാൻ തന്നെ പൊക്കട. ഇപ്പം പൊക്കട ഇവിടെ നിന്ന് പൊക്കാം. ഗായ്സ് അവൻ എങ്ങനെയാലും ഇപ്പോൾ പൊക്കണം, ഇല്ലെങ്കിൽ അവൻ കടന്ന് പാവം കരയും. എവിടാ അവനെ പൊക്കി. എടാ പോടാ, എടാ നോക്കിയാണ്ട്രാ. എടാ അവനെ പൊക്കിയത് എന്നെ പിറകെ മാഗ് വെച്ച് കുത്തി പിടിച്ചളാഞ്ഞ്, അന്തസ്സില്ലാത്ത. ഞാൻ ചീത്ത വിളിച്ചാനാ, പോട്ട് സാരമില്ല ഗായ്സ്, എന്തോ ചെയ്യാനാണ്. ഇനി ഇവൻ വേണം രക്ഷിക്കാൻ. കനോക്സേ രക്ഷിക്കണേടാ, എന്നെ പറ്റിയ മാക്സിമം എന്നെ ഒന്ന് പൊക്കി പറഞ്ഞേ. അവ ഇറങ്ങിയില്ല, അതിന് മുന്നേ എന്നെ പൊക്കാൻ പറയണം. എടാ 200 ടോക്കൺ ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു 200 ടോക്കണും കൂടെ കണ്ടെത്തുക, എന്നെ പൊക്കുക. സൂപ്പറടാ. ഓക്കെടാ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്ത്. ഓക്കെ നീ ഒറ്റയെ കളിച്ചോ. ഇത് സത്യം പറഞ്ഞാൽ ഇതിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബൂയി അടിക്കുക. ഞാൻ നല്ല ഫോമിൽ നിൽക്കുകയായിരുന്നടാ. എന്ത് മണ്ടിയടാ. ഓ 11 പേര്, 10 പേര്, ഇനി 10 അലേവും കൂടെ ഉള്ളൂ. ചുമ്മാ അടിക്കാം ഗായ്സ്. വിചാരിച്ച ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ മറ്റേ റിവൈവ് ചെയ്യുന്ന വേറെ സാധനം ഉണ്ടല്ലോ, കുറച്ച് നേരം നിൽക്കും വെയിറ്റ് ചെയ്യുമല്ലോ, അതെടുക്കാൻ പറഞ്ഞ അതവ എടുത്ത്. ഇത് വെച്ചിട്ട് നീ പിടിച്ചില്ല, കുറച്ച് നേരം പിടിച്ചിരിക്കാൻ നോക്ക്. അത് എങ്ങനെയെങ്കിലും നടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ഓ എടാ ഇനി 6 അലയും കൂടെ ഉള്ളു, 6 അലയും കൂടെ. പിടിച്ചിട്ടാ. നിൻ്റെ ആ സാധനം കിടക്കണോണ്ട്. ഓ മഷ്റൂമിനെയൊക്കെ പിടിക്കണം, എന്തൊരു പയൽട്രാ. സൂപ്പർ കൊണ്ടില്ല പോടാ. അവൻ ഇപ്പം ഇങ്ങോട്ട് വരും, മറ്റേ സാധനമുള്ളതുകൊണ്ട് അറിയാം. എടാ അത്യാവശ്യം നല്ല ഹിറ്റുണ്ടാ. അവൻ നോക്കായാണോ, ഇതെങ്ങനെയാണോ ഇതാറാ. അയ്യോ ഗായ്സ് ആക്കില്ല, അവനല്ല എടാ കിട്ടിയ, വേറെ ആരാണോ അവൻ അടിച്ചു. എടാ പോടാ മുത്തുമണി. എടാ നീ മുത്താണ്. എടാ ആ സെക്കൻഡ് കയറി അവൻ എന്നെ പൊക്കിയടാ. പിന്നല്ല എടാ ഇതാണ് പയ്യൻ ഗായ്സ്. ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇതേ കണക്കൊരു പയ്യനെ കൊണ്ടുപോയി കളിക്കണം, ഇല്ലേ? ഇതല്ലേ പവർ. അതാണ് മച്ചാനെ പവർ. ഇപ്പം ഞാനും അവനും ഉണ്ട്, നമ്മൾ 2 പേരും ഉണ്ട്, 7 പേര്. ഇനി ബാക്കി 5 അലേവ്. ഞാൻ ഇവിടെ ഇറങ്ങിയാണ്. ഓ ദൈവം സഹായിച്ചു, ഇത് UMP ബൈസൺ കൊണ്ട് കയ്യിൽ രക്ഷപ്പെട്ട്. ഞാൻ ബൈസൺ മാറ്റി M18 എടുക്കണം. 2 SMG തന്നെ വേണ്ട, അതങ്ങ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. എവിടാ ഇവിടെ തൊട്ടടുത്ത് ആരോ വെടി വയ്ക്കണ്ട. ആറാ അത്? എടാ എൻ്റെ ഒപ്പം നിന്ന് വെടി വയ്ക്കണ്ട മാപ്പിൽ. അയ്യോ ആരാന്തോ. ഇവിടെ മാമനെ ഇതാ നിൽക്കണ്. ഇവിടെ നോക്കിയോട്ടോ, ഞാൻ പറഞ്ഞ അവൻ ഭയങ്കര കുമ്മനാണ്ട്രാ. അവൻ കുമ്മിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ അത് എനിക്ക് കിട്ടാനുള്ള കില്ലായിരുന്നു, 15 കില്ലായെങ്കിൽ. ഓ ഇവൻ്റെ അടുത്ത് നിന്ന് കളിച്ച ചാവും കേട്ടാ. സൂപ്പറടാ. ഓ
ഹെഡ് ഷോട്ടും കൂടെ കൊണ്ട് കണ്ട, അതും അവൻ കൊണ്ട്. ഞാൻ കണ്ട, ഇനി ഒരുത്തനും കൂടെ ആ പോട്ട് കില്ല് ഞാൻ ക്ഷമിച്ച് പോട്ട് എടാ. ഇനി ഒരുത്തനും കൂടെ ചുമ്മാ പോയി അടിക്കുക. സൂപ്പറടാ. ഓ, നമ്മൾ തോക്കാനുള്ള കളിയാണ്. കട്ടാന തേങ്ങ പോം പുല്ല്. എടാ തോക്കാറായ കളിയാണ്. എടാ ചുമ്മാ പിടിക്കാൻ നമ്മൾ 2 പേരുണ്ട്. ഞാൻ എത്തി മണ്ടടിച്ചു വരും. പറഞ്ഞ കയറി പോവാ. അതാ പറഞ്ഞാ വെയിറ്റ് ആക്കി. ഓ, നമ്മൾ കില്ലെടുക്കാനുള്ള ആർത്തി നോക്കിയാണ്. ദൈവമേ. നന്നായി പോ ചാവും. മോനെ ഗായ്സ് അങ്ങനെ പോയി അടിച്ച് ഗായ്സ്. സന്തോഷമായി ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.